ഇത് പൊന്നാങ്കണ്ണി ചീര. ഈ പൊന്നാങ്കണ്ണി ചീര ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാശുകൾ എല്ലാവരും ഇന്ന് വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഈ പച്ച കളറിൽ ഇരിക്കുന്നത് ഇത് വെയിൽ കുറഞ്ഞ ഭാഗത്തിരുന്നത് കൊണ്ടാണ്. വെയിലുള്ള ഭാഗത്തിരിക്കുകയാണെങ്കിൽ ചുവപ്പ് കളറാവും ഇത് എനിക്കിവിടെ ചുവപ്പ് ഭാഗത്തിരിപ്പുണ്ട്. അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അപ്പോൾ വെയിലില്ലാത്ത ഭാഗത്തുനിന്ന് തന്നെ ഇതങ്ങ് എടുത്തതാണ്, ഇപ്പം വെട്ടിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കഷണം തന്നെ നമ്മൾ വെട്ടി വെച്ച് കൊടുത്താൽ മതി. ഇത് അങ്ങ് മുളച്ച് വരും. ഇതിന് വലിയ ജോലിപ്പാടില്ലാത്ത ഒരു ചെടിയാണ്. ഇതിന് വലിയ വളക്കൂറ് വേണ്ട, വലിയ വളമൊന്നും വേണ്ട, പിന്നെ രോഗകീടങ്ങളില്ല. ഏത് സമയത്തും ഇത് പിടിക്കും. നമുക്ക് 12 മാസം ഇനിയിപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചീര വളർത്താനൊക്കെ വലിയ പാടാണ്. അപ്പോൾ ഈ ചീര ആണെങ്കിൽ എപ്പോഴും കാണും. അപ്പോൾ നമ്മൾ ഇതിനെ ഇത്തിരി ഗ്രോ ബാഗിൽ കഴിവതും ഗ്രോ ബാഗിൽ വളർത്താൻ ശ്രമിക്കണം. തറയിൽ ഇത്രയും പൊക്കത്തിലൊക്കെ വളർന്നു വരും, കണ്ടോ. ഇതുപോലെ പൊക്കത്തിൽ വളർന്നു വരും. പിന്നെ ഇത്രയാകുമ്പോൾ തന്നെ വെട്ടാം. ഇച്ചിരി ദിവസം കഴിഞ്ഞ് പോയി ഇങ്ങനെ വളർന്നു വരും. ഇങ്ങനെ വളർന്നു വന്നാൽ ഈ തണ്ട് കണ്ടോ, ഈ തണ്ട് മുറ്റി കഴിയും. വേണ്ട, ഈ വേര് കണ്ടോ, ഈ വേര് ആയി കഴിയുമ്പോഴും കഴിവതും ഈ വേര് നമ്മൾ ഉപയോഗിക്കേണ്ട. ഈ ഭാഗം തൊട്ടെടുക്കണം. ഈ ഭാഗം നമ്മൾ കുഴിച്ച് വയ്ക്കാം. കുഴിച്ച് വെച്ച് 2 മുട്ട് 3 മുട്ട് കുഴിച്ച് വെച്ചാൽ ഇതിങ്ങനെ പൊട്ടി. ഒരു മുട്ട് മാത്രം കുഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ 2-3 മുട്ട് വളർന്നങ്ങ് വരും. വളർന്നു വരുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴും ഞങ്ങളൊക്കെ എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേര് ഇതിന് ഭയങ്കര വില വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊന്നും അത്ര ശരിയുള്ള കാര്യമല്ല. കർഷകരെ സഹായിക്കണം. കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ കഴിവതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, എടുക്കുക. അപ്പം ഞാനിപ്പോഴിത് എല്ലാവരും ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ് ഇതിൻ്റെ 6 ചെടിക്ക് 150 രൂപയാണ് വിലയെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ ഇത് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുക. എനിക്ക് നിങ്ങളൊരു 30 രൂപ മാത്രം തന്നാൽ മതി ഒരു പിടി ചീരയുടെ വില. ഞാൻ ഇതുപോലെ അയച്ചു തരാം. ഇതുപോലെ വലിയ വലിയ തണ്ട് വെട്ടി അയച്ചു തരാം. പിന്നെ ചീരയായിട്ട് വേണമെങ്കിൽ അത് തരാം, അല്ലെങ്കിൽ തണ്ടുകൾ മാത്രം വേണമെങ്കിൽ ഇങ്ങനെ മുറിച്ച് അയച്ചു തരാം. ഒരു പിടി ചീരയുടെ 30 രൂപ ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് അയച്ചു തരുന്ന എനിക്കൊരു സന്തോഷമാവും. നിങ്ങൾ പൈസ കൊടുത്താൽ നിങ്ങൾക്കൊരു അതിനോടൊരു ശ്രദ്ധയുണ്ടാവും. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ആർക്കും ഒരു ബഹുമാനം ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ചീരയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. അതിനെൻ്റെ കയ്യിൽ വീഡിയോ ഇരിപ്പുണ്ട്, അത് ഞാൻ ഇട്ട് തരും. ആവശ്യക്കാർ പറഞ്ഞാൽ നിങ്ങൾ 30 രൂപ മാത്രം ഒരു പിടിക്ക് തന്നാൽ മതി. ഞാനത് നിങ്ങളൊരു കവർ അയച്ചാൽ മതി. കവറിനകത്ത് ഞാൻ അയച്ചു തരാം. അത് കഴിഞ്ഞിട്ട് തോനെ വേണ്ടുന്നവർക്ക് 50 രൂപയ്ക്ക് വേണമെങ്കിൽ 50 രൂപയ്ക്ക് അയച്ചു തരാം. അതിലധികം പൈസ കൊടുത്തൊന്നും ഈ പൊന്നാങ്കണ്ണി ചീര വാങ്ങരുത്. എൻ്റെ അടുത്തുള്ളവർക്കും എൻ്റെ നാട്ടുകാർക്കൊക്കെ ഇത് ഞാൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കാറ്. ഒരുപാട് ഗുണമുള്ള ഒരു ചീരയായത്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഈ പൊന്നാങ്കണ്ണി ചീര കഴിക്കണം. കാരണം ഇപ്പോഴും പഴയ കാലമല്ല, എല്ലാവരും മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാത്ത കാലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കണ്ണിൻ്റെ കാഴ്ചശക്തി നിലനിർത്തണമെങ്കിൽ നമ്മളിതൊക്കെ അവർക്ക് കൊടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ തോരൻ പിള്ളേർക്ക് കൊടുക്കണം. നമ്മൾ പ്രായം കൂടി വന്ന് കാഴ്ച കുറഞ്ഞു വരുന്നവർക്ക് അത് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് കഴിക്കണം. ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ജോലിപ്പാട് കുറവാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് അരിഞ്ഞങ്ങോട്ട് തോരൻ വെച്ചാൽ ഇതിനകത്തൊരു ശകലം പരിപ്പും കൂടിയൊക്കെ പുഴുങ്ങിയിട്ടാൽ കാണാൻ ഭംഗിയായിരിക്കും. പിള്ളേർ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ ചാഞ്ഞ് കിടക്കുമ്പോൾ ഇവിടെ വേര് വരുന്നുണ്ടോ. ഈ വേര് വരുമ്പോൾ നമ്മൾ കഴിവതും ആ വേര് ഭാഗം ഒടിച്ച് തറയിൽ കുത്തി കൊടുത്താൽ അതങ്ങ് വളർന്നു വരും. കാരണം ചില ആൾക്കാർക്ക് ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നം വരും. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കാം. അതുകൊണ്ട് തന്നെ മുറ്റുന്ന ഈ ഭാഗം ഇങ്ങനെ നമ്മൾ ഒടിച്ചെടുത്ത് കാരണം ഇത് ഇത്തിരി കട്ടിയായി പോവുമല്ലോ. ഈ ഭാഗം കുത്തണം. ഇങ്ങനെ ഒരു കവറിൽ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഒരു കഴിവതും നിങ്ങളുടെ ഈ പൊന്നാങ്കണ്ണി ചീര തോരൻ വയ്ക്കുന്നവർ കഴിവതും ഗ്രോ ബാഗിലോ ഹാങ്ങിങ് ചട്ടി ഉണ്ടല്ലോ, ഹാങ്ങിങ് ചട്ടി തൂക്കിയിട്ട് വളർത്തണം. അതിനടിയിൽ കുറച്ച് കരിയിലയൊക്കെ ഇട്ട് കൊടുത്ത് ഇച്ചിരി ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്താൽ വെയിറ്റ് കുറഞ്ഞിരിക്കും. അപ്പോൾ അതിനകത്ത് ചാണകപ്പൊടി കൂടെ മിക്സ് ചെയ്ത് കുറഞ്ഞ മണ്ണ് മിക്സ് ചെയ്ത് ഇത് കുത്തി കൊടുത്താൽ വളർന്ന് ഇങ്ങനെ കവിഞ്ഞ് കിടക്കുന്ന നല്ല വൃത്തിയോടെ കിട്ടും. ഇത് നമ്മൾ മണ്ണിൽ കഴിവതും ചെയ്യാൻ ശ്രമിക്കരുത്. പട്ടിയും പൂച്ചയും മൂത്രം ഒഴിക്കും ഇതിനകത്ത്. ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഗ്രോ ബാഗിൽ വെച്ച് വളർത്തും. ഞാൻ തറയിൽ ചെയ്യത്തില്ല. എല്ലാവരും
കഴിവതും പിന്നെ ഗ്രോ ബാഗിലും പൊക്കത്തിലും പിന്നെ ഹാങ്ങിങ് ചട്ടിയിലൊക്കെ വളർത്താൻ ശ്രമിക്കണം.